വസ്ത്രം ധരിക്കുക. മനസ്സിൽ നല്ലോണം വിചാരിക്കുക. ജന്മപിണ്ഡമാണ്. മാലിനി എന്ന് പേര്. ഭാര്യ തിരുവാതിര നക്ഷത്രം. കൈ നീട്ടു. സോമേട്ടന്റെ എല്ലാ പ്രതീക്ഷകളെയും നീ തെറ്റിച്ചു കളഞ്ഞല്ലോ മോളെ. സാരമില്ല, നിനക്ക് ഏട്ടനുണ്ട് കുട്ടി. നമുക്ക് വീട്ടിലേക്ക് പോവാം. അതിനു മുമ്പ് എവിടെ നിന്റെ പ്രിയപ്പെട്ടവൻ? ശേഷക്രിയ ചെയ്യണം. ആരുടെ? എന്റെ ഇരിക്കപ്പിണ്ടത്തിന്. ജീവിച്ചിരിക്കാൻ എന്റെ പെങ്ങൾക്ക് ശേഷക്രിയ ചെയ്യണം. എന്താ ഇത്? സോമ, എന്താ ഇത്? സോമ, അയ്യോ, അയ്യോ സോമ, മാറടി, നീ മരിച്ചുപോയി. അവനിനി നിന്റെ പരിഹരണം വേണ്ട. എന്റെ പെങ്ങളെ ഞാൻ കൊണ്ടുപോകണം. സോമ, ഇതിന് പകരം ചോദിച്ചില്ലെങ്കിൽ ഞാൻ പുത്തമ്പരക്കിലെ അപ്പൂട്ടുന്നവരല്ല. ഞാൻ ഇവിടെ തന്നെ കുറച്ചു നാളൂടെ കാണും. നിങ്ങൾ പുത്തമ്പുരക്കിൽ അപ്പൂട്ടുന്നവരാണോ അല്ലയോ എന്ന് നമുക്ക് നോക്കാം. വാ. അച്ഛൻ കിടക്കുന്നില്ലേ? കിടക്കണം. മാലു അവൾ ഉറങ്ങി. ഉറങ്ങട്ടെ, പാവം. ഇനി എന്തൊക്കെ ഇവിടെ നടക്കുവാവോ? അപ്പൂട്ടുന്നവർ വിചാരിച്ചാല് ഇപ്പോഴും പലതും നടക്കും. അച്ഛൻ ഇങ്ങനെ പേടിച്ചാൽ എങ്ങനെയാ? ഒരു കാര്യം മനസ്സിലാക്കണം, പട്ടാളക്കാരനാ ഞാൻ. ശത്രു എത്ര വലിയവനാണെങ്കിലും ഭയന്ന് ജീവിക്കാൻ പറ്റില്ല. മരിക്കാനൊട്ട് പേടിയുമില്ല. ഞാൻ ഭയപ്പെട്ടല്ലേ പറ്റൂ. വിവാഹിതയും ഗർഭിണിയുമായ ഒരു പെൺകുട്ടിയുടെ അച്ഛനാണ് ഞാൻ. അവളുടെ ഭാവിയെക്കുറിച്ച് ഓർക്കുമ്പോൾ അവളെ കൂട്ടിക്കൊണ്ടുവന്നത് തെറ്റാണെന്നാണോ? തെറ്റും ശരി ഏതെന്ന് പറയാൻ എനിക്കാവുന്നില്ല. എന്തൊക്കെ ആയാലും അവളുടെ കഴുത്തിൽ മിന്നുകെട്ടിയ പുരുഷനാണ്. ആ പൗരുഷം അവൻ കാണിക്കണം. അല്ലാതെ 16-ാം നൂറ്റാണ്ടിലെ മനുഷ്യരെക്കാൾ കഷ്ടമായിട്ട് ഇവനൊക്കെ വിദ്യാഭ്യാസം ഉണ്ടെന്ന് പറയുന്നതാണ് എനിക്ക് മനസ്സിലാവാത്തത്. അന്ധവിശ്വാസങ്ങൾ ബലഹീനതയാണ്. ദേവി പ്രീതിക്ക് വേണ്ടി സ്വന്തം മകന്റെ കഴുത്തറുത്ത് ബലി കൊടുക്കുന്ന നാടാണ് നമ്മുടേത്. സയന്റിസ്റ്റുകളും എന്തിന് കമ്മ്യൂണിസ്റ്റുകാരെന്ന് പറഞ്ഞു നടക്കുന്നവർ പോലും മുഹൂർത്തവും ജ്യോതിഷവും ജാതകവും നോക്കുന്നവരാണ്. അവരുമായി തട്ടിച്ചു നോക്കുമ്പോൾ ഒരു ബാങ്ക് ക്ലർക്ക് എവിടെ നിൽക്കുന്നു? ഇപ്പോ അച്ഛൻ ഉണ്ണിയെ ന്യായീകരിക്കാൻ എന്നല്ല, യാദൃശ്ചികമായ ഒരു അനുഭവം മാറ്റിമറിച്ച മനസ്സാണ് അവൻ്റേത്. ആദ്യ ഭാര്യ മരിച്ചതും ജാതകദോഷം കൊണ്ടാണെന്ന് അവൻ വിശ്വസിക്കേണ്ടി വന്നു. രണ്ടാമത്തേത് അതിനേക്കാൾ വലിയ ദോഷം. നിമിഷവും മരണത്തെ മുന്നിൽ കാണുന്ന ഒരു മനുഷ്യന്റെ ഗതികേട് ഒന്ന് ആലോചിച്ച് നോക്കൂ. നിന്നോടൊരു അപേക്ഷയുണ്ട്. ഇക്കാര്യത്തിൽ നിനക്ക് വേണ്ടത് ഒരു പട്ടാളക്കാരന്റെ മനസ്സല്ല, ഒരു ജ്യേഷ്ഠന്റെ മനസ്സാണ്. നിന്നോട് എനിക്കൊരു കാര്യം സംസാരിക്കാനുണ്ട്. എനിക്ക് കേൾക്കണമെന്നില്ലെങ്കിലോ? അത് പോരല്ലോ, കേട്ടല്ലേ പറ്റൂ. കയ്യെടുക്കണോ? പോകാൻ വരട്ടെ. നിന്റെ ഈ വൃത്തികെട്ട വിശ്വാസങ്ങളൊക്കെ കളഞ്ഞ് എന്റെ പെങ്ങളെയും കൊണ്ട് മാറി താമസിച്ചില്ലെങ്കിലുണ്ടല്ലോ, നീ ചാകാൻ പോകുന്നത് ജാതകദോഷം കൊണ്ടല്ല, എന്റെ കൈ കൊണ്ടാ. വഴി തടുക്കാതെ അങ്ങ് മാറി നിൽക്ക സാറേ. ഉണ്ണിത്തമ്പ്രാൻ അങ്ങ് പൊക്കോട്ടെ. ഉണ്ണിത്തമ്പുരാനും ഞാനും തമ്മിലുള്ളത് ഞങ്ങളുടെ കുടുംബകാര്യമാ. പക്ഷേ ഇത് ഞങ്ങളുടെ അങ്ങാടിയാ. ആദ്യം സാറാ വണ്ടിയെന്ന് കൈയ്യെട്. ഇല്ലെങ്കിലോ? എടുക്കടോ കൈ. നിങ്ങൾ നിങ്ങളുടെ ജോലി നോക്കണം. അങ്ങോട്ട്
പുത്തമ്പുരക്കൽ അപ്പൂട്ടന്മാരുടെ ഉച്ചിഷ്ടം തിന്നുന്നവര് ആരാടാ ഇനി ഇവിടെ ഉള്ളത്? ജീവിച്ചിരിക്കുന്ന ഒരു പെൺകുട്ടിയുടെ പിണ്ണം വെച്ചിട്ട് ഇന്നാട്ടിൽ ആരും ഉണ്ടായില്ല ചോദിക്കാൻ. ഇവിടെ വെച്ചതാ ഞാൻ പറയുന്നു, എന്റെ പെങ്ങളുടെ ജീവിതം തകർത്താൽ അപ്പൂട്ടന്മാരല്ല ഏത് ഉണ്ണിത്തമ്പുരാനാണെങ്കിലും ഞാൻ ചോദിക്കും. എന്തൊക്കെയായാലും നീ എന്റെ അളിയനാ. നിനക്ക് ഇനിയും ആലോചിക്കാൻ ഞാൻ സമയം തരുന്നു. ആലുവായിൽ ഒരു ആജിയാരുടെ ആനയ്ക്കൊരാള് വേണമെന്ന് പറയണ കേട്ടു. ഞാൻ പോവാന്ന് വിചാരിക്കുക. ഈ അവസ്ഥയിൽ താൻ എന്നെ വിട്ടു പോകരുത്. തനിക്കിവിടെ എന്താ കുറവ്? കുറവൊന്നുമില്ല, എന്നാലും വേണ്ട, പോകണ്ട. കാര്യങ്ങളൊക്കെ തനിക്കറിയാം. ഒന്നും പറഞ്ഞ് മനസ്സിലാക്കേണ്ട കാര്യമില്ല. കർമ്മം കഴിഞ്ഞ് തന്നുവിടുന്ന സാധനം ഈച്ചരത്തെ മുറ്റത്ത് കുഴിച്ചിട്ട 8-ാം പക്കം അവളുടെ കഥ കഴിയും. പിന്നെ എൻ്റെ ഉണ്ണി മരിക്കില്ല. താനത് ചെയ്തു തരണം. ഞാനോ? താനും പോണം. അവരൊരാൾ കൂടെ ഉണ്ടാവും. പോണം. തന്നോളൂ. ആരേറ്റുവാങ്ങും? എവിടെ ആളില്ലേ? ഓവ് കുഞ്ഞിരാമ.